الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ 29 ദിവസങ്ങൾ വളരെ വേഗത്തിൽ നമ്മിൽ നിന്ന് ഓടിയകന്നു കഴിഞ്ഞു. ഇനി അടുത്ത റമളാനിൽ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ആരോഗ്യത്തോടുകൂടി ആയുസ്സോടുകൂടി ഉണ്ടാകും എന്ന് പറയുവാൻ സാധ്യമല്ല. പടച്ചറബ് നാം അനുഷ്ഠിച്ച ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, അതിൻ്റെ കുറവുകളും ന്യൂനതകളുമൊക്കെ നികത്തി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ റമളാനുകളെ സ്വീകരിക്കുവാനും പരലോകത്തേക്ക് സമ്പാദിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ വളരെ വേഗത്തിൽ ഓടിയകന്നു എന്നത് നമ്മളെല്ലാവരും അടക്കം പറയുന്ന ഒരു വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകൾ കേട്ടും അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ ആ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി
കാലയെ കൂട്ടി റമദാനിന് മുമ്പ് തന്നെ ഒരുങ്ങുകയും റമദാനിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖിന്, ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്ത് കാത്തിരുന്ന് ഉപയോഗപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്ത ആളുകൾ ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചു പോകരുത്. പ്രധാനപ്പെട്ട ഇബാദത്തുകൾ നിർവഹിച്ച ശേഷം ഓരോന്നിൻ്റെയും കാര്യം നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ അള്ളാഹു പ്രത്യേകം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ സലാം വീട്ടിക്കഴിഞ്ഞാൽ പറയുന്ന കാര്യം എന്താണ്? അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ. ഈ തവണ 3 പ്രാവശ്യം ഈ കാര്യം പറയും. അള്ളാഹുവേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, അള്ളാഹുവേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഏറ്റവും വലിയ ഇബാദത്തായ നമസ്കാരം, പരലോകത്ത് ആദ്യമായി വിചാരണക്ക് വരുന്ന അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഇബാദത്ത് ചെയ്തതിന് ശേഷം എന്തിനാണ് അള്ളാഹു നമ്മെ കൊണ്ട് ഇസ്തിഗ്ഫാർ പറയിപ്പിച്ചത്? അതേപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ സൂറത്തുൽ ബഖറയിലെ 199-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, സുമ്മ അഫീളൂ മിൻ ഹൈസു അഫാദന്നാസ്. ആളുകൾ ഒഴുകി അവിടെ നിന്ന് വിരമിച്ചു പോകുന്നത് പോലെ നിങ്ങൾ വിരമിച്ചു പോയിക്കൊള്ളുക. വസ്തഗ്ഫിറുല്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. ഇന്നല്ലാഹ ഗഫൂറുൻ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അത്യധികം കരുണ കാണിക്കുന്നവനുമാണ്. ഈ ആശയം നമുക്ക് പലയിടങ്ങളിലും കാണുവാൻ സാധിക്കും. എന്താണ് അങ്ങനെ അവിടെ ഒരു ഇസ്തിഗ്ഫാറിന്റെ പ്രസക്തി എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ തഫ്സീർ അസ്സഅദിയിൽ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആ കാര്യം അവിടെ വിശദീകരിക്കുന്നുണ്ട്. വഹാകദാ യംബഗി ലിൽ അബ്ദ്, ഇങ്ങനെയാണ് ഒരു അടിമക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. കുല്ലമാ ഫറഗ മിൻ ഇബാദത്തിൻ, ഏതൊരു ഇബാദത്ത്, ഏതൊരു ആരാധനാ കർമ്മം നമുക്ക് നന്നായി ചെയ്യാൻ സാധിച്ചോ അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അൻ യസ്തഗ്ഫിറല്ലാഹ അനി തഖ്സീർ, എന്തെങ്കിലുമൊക്കെ ന്യൂനതകളും കുറവുകളും മനുഷ്യന്മാരാണ് നമ്മൾ, അതിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും. അതിനാൽ പടച്ചവനെ പൊറുക്കണേ, എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന രീതിയിലുള്ള ഒരു താഴ്മയുടെയും വിനയത്തിന്റെയും തേട്ടം അത് ഹജ്ജിന്റെയും നിസ്കാരത്തിന്റെയും കാര്യത്തിലെന്ന് മാത്രമല്ല എല്ലാ ഇബാദത്തിന്റെയും വിഷയത്തിലുണ്ട്. അപ്പോൾ പരിശുദ്ധ റമദാനിലെ 1 മാസക്കാലം നമ്മൾ വ്രതമനുഷ്ഠിച്ചു, രാത്രി നമസ്കരിച്ചു, കുറെ തവണ ഖുർആൻ ഓതി, നമ്മളാൽ കഴിയുന്ന രീതിയിൽ സദഖകൾ ചെയ്തു. ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന മിടുക്കും അതേപോലെ തന്നെ ഒരു അഹംഭാവവും അഹങ്കാരവുമല്ല നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. മറിച്ച് എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ വന്നു പോയാൽ പടച്ചവനെ, ആ റമദാനിന്റെ വ്രതാനുഷ്ഠാനം നാളെ പരലോകത്ത് വരുമ്പോൾ ഹതഭാഗ്യരായി ചിലരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പകലന്തിയോളം പട്ടിണി കിടന്നിട്ട് വിശപ്പും ദാഹവുമല്ലാതെ നോമ്പിലൂടെ ഒന്നും നേടാൻ സാധിക്കാത്ത ആ ഭാഗ്യം കെട്ട ആളുകൾ അതിൽ പെടാതിരിക്കാൻ പടച്ചവൻ എന്നോട് പൊറുക്കണേ എന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. വയഷ്കുറഹു അല തൗഫീഖ്, അതേപോലെ തന്നെ നമ്മൾ പോലും ആലോചിച്ചാൽ നമുക്കങ്ങനെ കഴിഞ്ഞോ എന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിൽ പല സൽക്കർമ്മങ്ങളും ചെയ്യാൻ നമുക്ക് തൗഫീഖ് കിട്ടി. അതിന് അല്ലാഹുവിനുള്ള നന്ദിയും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ലാ കമൻ യറാ അന്നഹു ഖദ് അക്മലൽ ഇബാദ, അതല്ലാതെ ഞാൻ വലിയ വലിയ ഇബാദത്തുകളൊക്കെ പൂർത്തീകരിച്ച വലിയ മിടുക്കനാണ്, കേമനാണ്, കേമിയാണ് എന്നല്ല ചിന്തിക്കേണ്ടത്. വമന്ന ബിഹാ അലാ റബ്ബിഹി, പടച്ചവനോട് എന്തോ ഒരു ഔദാര്യം ചെയ്തതുപോലെ ഞാൻ നോമ്പെടുത്തു, നിസ്കരിച്ചു, അതേപോലെ തന്നെ ഖുർആൻ ഓതി, സദഖ ചെയ്തു, സകാത്ത് കൊടുത്തു. ഇതൊക്കെ റബ്ബിന് നമ്മൾ ചെയ്ത ദാക്ഷിണ്യവും ഔദാര്യവുമല്ല, പടച്ച റബ്ബ് നമുക്ക് ചെയ്ത ഔദാര്യമാണ്, അള്ളാഹു നമുക്ക് നൽകിയ തൗഫീഖാണ്. അതുകൊണ്ട് വിനയത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് ഏത് വലിയ കർമ്മവും ചെയ്യുമ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്നുണ്ടാകേണ്ടത് എന്നാണ്. പരിശുദ്ധ കഅബ പടുത്തുയർത്തിയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ പരിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അപ്പൊ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നമുക്ക് വലുതായി തോന്നുന്നുണ്ടാകും. റബ്ബ് അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, പടച്ച റബ്ബ് അതിനൊരു വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ആ കർമ്മങ്ങളെല്ലാം ഫലശൂന്യമായി കലാശിക്കുന്ന, പരലോകത്ത് ഒരൊറ്റ നന്മക്ക് വേണ്ടി കൊതിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രതീക്ഷയോടെ കരുതി വെച്ച ഇബാദത്തുകൾ എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയാണെങ്കിലോ. അതുകൊണ്ടാണ് വിനയത്തോടുകൂടി പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ച് ആ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകിയതിൽ പടച്ച റബ്ബിനെ സ്തുതിച്ച് ആ നന്മകൾ നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള
ഒരു തൗഫീഖിന് വേണ്ടിയുള്ള യാചനയായിരിക്കണം ഇനി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കുറെ പാഠങ്ങൾ സഹോദരങ്ങളെ നമുക്ക് പകർന്നു തന്നിട്ടാണ് പരിശുദ്ധ റമദാൻ വിട പറഞ്ഞത്. സത്യത്തിൽ ആ റമദാനിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും ഇസ്ലാം അതുമായി ബന്ധപ്പെടുത്തിയ ഓരോ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നമ്മളൊന്ന് വിലയിരുത്തി പഠിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചാൽ ആഴമേറിയ ഉപദേശങ്ങളും പരിശീലനങ്ങളും നൽകിയ വലിയൊരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു റമദാൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് മറക്കാതെ ആ ആശയങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചാൽ, അതിൽ നിന്ന് കിട്ടിയ കരുത്തുമായി മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ റമദാൻ സാർത്ഥകമായി എന്ന് വിശ്വസിക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ നോമ്പും അവസാനിപ്പിച്ചത് പൂർത്തീകരിച്ചതിന്റെ ഒരു സന്തോഷവും സംതൃപ്തിയും. രണ്ടാമത്തേത് പടച്ചറബിന് പരലോകത്ത് കണ്ടുമുട്ടുമ്പോഴുള്ള ആ സന്തോഷമാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും പരിപൂർണമായ രീതിയിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണമെങ്കിൽ ആ റമദാൻ നമുക്ക് ഓതിത്തന്ന ചില പാഠങ്ങൾ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാനും അത് നമ്മുടെ ഒരു ജീവിത ശൈലിയായി, നമ്മുടെ ഒരു മാർഗദർശിയായി അതിനെ ചേർത്ത് പിടിക്കുവാനും സാധിക്കുമ്പോഴാണ് നമുക്കത് പൂർത്തീകരിക്കുവാൻ കഴിയുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ പാഠങ്ങൾ ഓരോന്നും നമ്മുടെ വിശ്വാസത്തിൽ, അതേപോലെ നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, ജീവിതത്തിൽ ആസകലം ശക്തമായി സ്വാധീനിക്കുവാൻ കഴിവുള്ള സംഗതിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രത്യേകം ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം. പടച്ചറബിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ്. മുറാഖബത്തുല്ലാഹ്, അള്ളാഹു എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു നിരീക്ഷണ ക്യാമറയുടെ മുന്നിലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയുമ്പോൾ അവിടെ എത്ര കണ്ട് ജാഗ്രതയും സൂക്ഷ്മതയും നമ്മൾ പാലിക്കുമോ, അതിനേക്കാൾ സൂക്ഷ്മമായി വ്യക്തമായി പടച്ചറബ് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ റബ്ബിനെ കുറിച്ചുള്ള മുറാഖബത്ത്, അള്ളാഹുവിന്റെ നിരീക്ഷണത്തെ സംബന്ധിച്ച്, അറിവിനെ സംബന്ധിച്ചുള്ള ബോധം സദാസമയവും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടതുണ്ട്. പടച്ചറബ് റമദാനിൽ മാത്രമല്ല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാ സമയത്തും അള്ളാഹു നമ്മെ കാണുന്നുണ്ട്. അതാണ് ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഊന്നിക്കഴിഞ്ഞാൽ, വേരൂന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളിലെല്ലാം അത് ഇഖ്ലാസ് ഉണ്ടാക്കി തരും. ഇഖ്ലാസിന്റെ മർമ്മം അതാണ് എന്നർത്ഥം. നമ്മുടെ കർമ്മങ്ങളിലെല്ലാം ആത്മാർത്ഥതയുണ്ടാകും. അതേപോലെ തന്നെ സകലമാന തിന്മകളിൽ നിന്ന് അകലാൻ ആരുടെയും നോട്ടവും നിരീക്ഷണവും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സ് നമ്മെ അതിൽ നിന്ന് അകറ്റിക്കളയും. കാരണം എന്റെ റബ്ബ് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, എന്റെ റബ്ബ് എന്നെ കാണുന്നു, എന്റെ റബ്ബ് എന്നെ കേൾക്കുന്നു. അള്ളാഹുവിനെ കാണാതെ, അറിയാതെ, അള്ളാഹുവിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന ആ ഒരു കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകുന്നത് റമദാൻ അക്ഷരാർത്ഥത്തിൽ അറിഞ്ഞ് നമ്മൾ നോമ്പെടുത്ത ആളുകളാണെങ്കിൽ ആ കാര്യം നമുക്ക് നോമ്പ് പറഞ്ഞു തരുന്നുണ്ട്. റമദാനിലെ കൊടും ചൂടിലും തൊണ്ടയും നാവും വരണ്ട് ഒരിറക്ക് വെള്ളത്തിനായി നമ്മൾ ഏറെ കൊതിച്ചിട്ടും നമ്മൾ ആരും കുടിച്ചില്ല പകൽ സമയത്ത്. എന്താണ് കാരണം? ഈ ഒരു ബോധമായിരുന്നു, അള്ളാഹു എന്നെ കാണുന്നുണ്ട്. ആളുകളെ കാണാതെ വേണമെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാമായിരുന്നു, ഭക്ഷണം കഴിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ആരും അത് ചെയ്തില്ല. അതാണ് നോമ്പിന്റെ കാതൽ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ നൽകും. എന്റെ എല്ലാ കർമ്മവും അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. നിസ്കാരമാണെങ്കിലും ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും സകലമാന ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും പടച്ച റബ്ബിന് വേണ്ടി, ആ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലും നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പടച്ച റബ്ബ് ഒരു അധികാരത്തോടെ പ്രത്യേകം പറഞ്ഞു, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഇത്രയാണ് പ്രതിഫലം എന്ന് പറഞ്ഞില്ല, ഞാനതിന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞു. എന്നിട്ട് തുടർച്ചയായി പറഞ്ഞത്, യദഉ ശഹ്വതഹു വ അക്ലഹു വ ശുർബഹു, ഓരോ വിശ്വാസിയും അവന്റെ വികാരങ്ങളെ, അവന്റെ ആഗ്രഹങ്ങളെ, അവന്റെ വിശപ്പിനെ, ദാഹത്തെ എല്ലാം ഉപേക്ഷിച്ചു തടഞ്ഞു വെച്ചു. മിൻ അജ്ലി, എന്റെ ഒറ്റ കാരണത്താൽ. ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല, വേണ്ടാഞ്ഞിട്ടല്ല, വെള്ളം കിട്ടാഞ്ഞിട്ടോ ആവശ്യമില്ലാഞ്ഞിട്ടോ അല്ല, എല്ലാം കിട്ടിയിട്ടും തൊണ്ട വറ്റി വരണ്ട് നാവ് ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിലും നോമ്പുകാരായ നമ്മൾ വെള്ളം കുടിക്കുവാൻ മനസ്സ് വച്ചില്ല. സഹോദരങ്ങളെ, ആ പടച്ച റബ്ബ്
റമദാനിൽ മാത്രമല്ല നമ്മെ നിരീക്ഷിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ജീവിതാന്ത്യം വരെ എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്റെ റബ്ബ് ഇത് കാണുന്നു, എന്റെ റബ്ബ് ഇത് അറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്മകളിൽ സജീവമാകാൻ, തിന്മകളിൽ നിന്ന് ദൂരെ പോകുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഒരു വാക്ക് പോലും നമ്മൾ ഉച്ചരിക്കുന്നില്ല റബ്ബ് അറിഞ്ഞിട്ടല്ലാതെ എന്നാണ് പരിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം സൂറത്ത് ഖാഫിലെ 18-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് പോലും ഒരു മനുഷ്യനും ഉച്ചരിക്കുന്നില്ല, അവരുടെ അടുക്കൽ എല്ലാം നിരീക്ഷിക്കുന്ന നിരീക്ഷകനായും എല്ലാം ഏറ്റെടുക്കുന്ന സർവസന്നാഹങ്ങളോടും കൂടി അത് ഏറ്റെടുക്കുന്നവരുമായി അവരുടെ അടുക്കൽ സമീപസ്ഥരായി ചില ആളുകൾ ഉണ്ടായിട്ടല്ലാതെ. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് മാ യതകല്ലമു ബികലിമത്തിൻ, ഒരു മനുഷ്യനും ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല, ഇല്ലാ വലഹാ മൻ യുറാഖിബുഹ, ആ വാക്കിനെ കൃത്യമായി നിരീക്ഷിക്കാൻ, അതിനെ പകർത്തിയെടുക്കാൻ ചില സംവിധാനങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടല്ലാതെ. മുഅ്തദ്ദിൻ ലിദാലിക യക്തുബുഹ, അതിനുവേണ്ടി സജ്ജരായി കാത്തിരുന്ന് രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകളുണ്ട്. നമ്മുടെ ഒരു വാക്ക് പോലും ലാ യത്റുകു കലിമതൻ വലാ ഹറക, ഒരു ചലനമാകട്ടെ, ഒരു സംസാരമാകട്ടെ, ഒരു വാക്കാകട്ടെ, കമാ ഖാല തആല, ആ മലക്കുകൾ അത് വിട്ടുകളയുന്നില്ല, പടച്ചറബിന്റെ അടുക്കലേക്ക് അത് രേഖയായി വന്നിട്ടല്ലാതെ. അല്ലാഹു പറഞ്ഞതുപോലെ വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും നിങ്ങളുടെ മേൽ ചില നോട്ടക്കാരുണ്ട്, നിരീക്ഷകരുണ്ട്. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ. ആ മലക്കുകളെ നമ്മൾ കാണുന്നില്ല, പക്ഷേ അവർ നമ്മെ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവരറിയുന്നു. അതെല്ലാം രേഖയാക്കി നാളെ പരലോകത്ത് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ സന്തോഷത്തോടുകൂടി വലത് കൈയിൽ വാങ്ങി കണ്ടോ അഭിമാനത്തോടുകൂടി ഉയർത്തി കാണിക്കുവാൻ സാധിക്കുന്ന വിശ്വാസികളാകണമെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദുനിയാവിൽ വെച്ച് ആ ശ്രദ്ധയും ബോധവും ഉണ്ടെങ്കിൽ പരലോകത്ത് ജനകോടികളുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും, ഹാ ഉമുഖറഉ കിതാബിയ, എന്റെ ഗ്രന്ഥം ഇതാ നോക്കൂ, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്, അതിൽ കാണുന്ന നന്മകൾ. ആ കാര്യം ഇതേപോലെ പരലോകത്ത് വരുമെന്നുള്ള വസ്തുത ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കി അതിനു വേണ്ടി തയ്യാറെടുത്തിരുന്നു എന്ന് പറയുമ്പോൾ വേറെ ചില ആളുകൾ ആ ഗ്രന്ഥം കിട്ടാതിരുന്നെങ്കിൽ, മരിച്ചുപോയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. ആ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. പിന്നെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പ്രത്യേകം അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അൻ ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസനി, ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം എന്താണ്? ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിളവാനില്ലാഹി തആല, പടച്ച റബ്ബ് അങ്ങേയറ്റം പ്രീതിപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ഒരു വചനം, ഒരു വാക്ക് ഒരു മനുഷ്യൻ സംസാരിക്കുന്നു, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളൊരു വാക്ക്. മാ യദുന്നു അൻ തബ്ലുഗ മാ ബലഗത്, അത് എത്ര കണ്ട് വ്യാപ്തിയിലേക്ക് വിശാലമായി എത്തും എന്നയാൾ കരുതുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ റീച്ച് എത്രയായിരിക്കും, അത് എത്ര ആളുകളിലേക്ക് പരന്നൊഴുകും എന്നയാൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. പക്ഷേ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന നന്മയുടെ വാക്കുകളാണ് അയാൾ പറഞ്ഞത്. യക്തുബുല്ലാഹു ലഹു ബിഹാ റിളവാന ഇലാ യൗമി യൽഖാഹു, അതിന്റെ ആ വ്യാപ്തിക്കനുസരിച്ച് അത് എത്രയെല്ലാം ആളുകളിലേക്ക് പരന്നൊഴുകിയോ അതിന്റെ എല്ലാ നന്മകൾ പടച്ച റബ്ബ് തൃപ്തിയായി അവന്റെ പ്രീതിയായി രേഖപ്പെടുത്തും. ഖിയാമത്ത് നാളിൽ ആ അടിമ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെയും അയാളുടെ ആ നല്ല സംസാരം, നല്ല വാക്ക് ഇവിടെ ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്രയുണ്ടോ അതിന്റെ എല്ലാം പ്രതിഫലം റഹ്മാനായി റബ്ബ് രേഖപ്പെടുത്തി അയാൾക്ക് കൊടുക്കുമെന്നാണ്. അതേപോലെ വ ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഖത്തില്ല, വേറെ ചില ആളുകൾ പടച്ച റബ്ബ് വെറുക്കുന്ന, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, പടച്ചവന്റെ ശാപകോപങ്ങൾക്ക് അർഹമാക്കുന്ന പല വൃത്തികേടുകളും സംസാരങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. മാ യദുന്നു അൻ തബ്ലുഗ മാ ബലഗത്, അതിന്റെ വ്യാപ്തി, അതിന്റെ റീച്ച്, അത് എത്രയെല്ലാം ആഴത്തിലേക്ക് പരന്ന് അല്ലെങ്കിൽ
വിശാലതയിലേക്ക് എത്തും എന്ന് അയാൾ കരുതിയിട്ടില്ല. അയാൾ അങ്ങനെ പറഞ്ഞു. അത് ചിലപ്പോൾ അള്ളാഹിനെ കളിയാക്കുന്നതാകാം, ഹദീസുകളെ പരിഹസിക്കുന്നതാകാം, മതപരമായ ഏതെങ്കിലും ആശയങ്ങളെ വിമർശിക്കുന്നതാകാം, മറ്റുള്ളവരെ ഗീബത്തും നമീമത്തും പറയുന്നതാകാം. അള്ളാഹ് വെറുക്കുന്ന, അള്ളാഹ് ദേഷ്യപ്പെടുന്ന ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ പറഞ്ഞുപോയ ആളുകൾ യക്തുബുല്ലാഹു അലൈഹി ബിഹാ സഖതഹു ഇലാ യൗമി യൽഖാഹ്, പടച്ച റബ്ബിന്റെ ശാപങ്ങളും കോപങ്ങളും അത് എത്രമാത്രം ആളുകളിലേക്ക് പരന്നൊഴുകി എത്തുന്നോ അതനുസരിച്ച് അള്ളാഹു അവന്റെ വെറുപ്പും കോപവും ഈ വ്യക്തിയുടെ പേരിൽ രേഖപ്പെടുത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ എഴുതുന്നതും പറയുന്നതും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം കൈകളിലുള്ള മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയകളുടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ കയറി ഇറങ്ങുമ്പോൾ അവിടെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഗതികളുണ്ട്. റബ്ബിന്റെ നോട്ടം, റബ്ബിന്റെ നിരീക്ഷണം, നമ്മൾ എഴുതിവിടുന്നത്, നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ, ഇതെല്ലാം എനിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ള ചിന്തയില്ലാതെയാണ് എങ്കിൽ ആ റമദാനിൽ നമ്മൾ പട്ടിണി കിടന്നത് നമ്മുടെ മനസ്സിൽ ഒരാശയമായി, ആദർശമായി വേരൂന്നിയില്ല എന്നാണ് മനസ്സിലാക്കി തരുന്നത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അൽഖമ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു അത്രേ, കം മിൻ കലാമിൻ ഖദ് മനഅനീഹി ഹദീസ് ബിലാൽ ഇബ്നുൽ ഹാരിസ്. ബിലാൽ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു എനിക്ക് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് എത്രയെത്ര സംസാരങ്ങളെയാണ് എന്നെ ബ്ലോക്ക് ചെയ്തത്. ഞാൻ പറയാൻ ഉദ്യമിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞത്. ഒന്നല്ല രണ്ടല്ല, എത്രയെത്ര സംസാരങ്ങളെ കൺട്രോൾ ചെയ്താൻ, ബ്രേക്ക് ഇടാൻ എന്നെ ഈ ഹദീസ് പ്രാപ്തമാക്കിയെന്നാണ്. അതാണ് സലഫുസ് സാലിഹീങ്ങൾ. അവരൊരു കാര്യം പഠിച്ചാൽ, അവരൊരു ഹദീസ് കേട്ടാൽ അത് അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുമായിരുന്നു. ആ റബ്ബിനെ അറിഞ്ഞ് സഹോദരങ്ങളെ, ആ പടച്ച റബ്ബിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച്, ആ പടച്ച റബ്ബിന്റെ ശാപകോപങ്ങളെ, ശിക്ഷയെ ഭയപ്പെട്ട് അവന്റെ ആളായി മാറാൻ നമുക്ക് സാധിച്ചാൽ റമദാൻ ഫലപ്പെട്ടു എന്ന് നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കും. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, കുൻ അബ്ദൻ റബ്ബാനിയ, നീ അള്ളാഹുവിന്റെ ഒരു നല്ല അടിമയായി റബ്ബിന്റെ ആളായി മാറണം. ലാ റമദാനിയ, റമദാനിന്റെ ആളാകണ്ട. റമദാനിൽ സജീവമായി പള്ളിയിൽ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടാതെ സമയമുള്ളിടത്തൊക്കെ ഖുർആനും അതേപോലെ ദിക്റുകളും ദുആകളും ഒക്കെ കൊണ്ട് ധന്യമാക്കിയ നീ റമദാൻ കഴിഞ്ഞാൽ റബ്ബ് നിന്നെ കാണുന്നില്ല എന്ന രീതിയിൽ, അങ്ങനെയാണ് എങ്കിൽ അത് വളരെ മോശമായ ഒരു അദബ് കൂടിയാണ് എന്നാണ് പടച്ച റബ്ബിനോടും ദീനിനോടും ഉള്ളത്. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. റമദാനിലെ ഈ സൽക്കർമ്മങ്ങൾക്കെല്ലാം തുടർച്ചയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. പടച്ച റബ്ബ് റമദാനിൽ മാത്രമല്ല നമുക്ക് പ്രതിഫലം ഓഫർ ചെയ്തിട്ടുള്ളത്, നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റമദാനിലെ നോമ്പിന് പുറമെ സുന്നത്തായ നോമ്പുകളുണ്ട്. റമദാനിൽ രാത്രി നമസ്കാരം നാം നിർവഹിച്ചതുപോലെ റമദാനിന് ശേഷവും രാത്രി നമസ്കാരമുണ്ട്. ഖുർആൻ പാരായണവും ദിക്റ് ദുആകളും എല്ലാം അങ്ങനെ തന്നെ. റമദാൻ അവസാനിച്ചുവെങ്കിലും ഈ പുണ്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ശവ്വാലിലെ 6 നോമ്പ്, രാത്രി തഹജ്ജുദ് നമസ്കാരം ഒക്കെ പരിശുദ്ധ ഖുർആൻ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, വിശ്വാസികളെ നിങ്ങൾ രാത്രി നമസ്കാരം നിർവഹിക്കണം. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പ് കടിഞ്ഞുപോയ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ, വിശ്വാസികളുടെ ഒരു ചര്യയായിരുന്നു അത്. 11 റക്അത്ത് നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു 3 റക്അത്തെങ്കിലും, 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ ദീർഘമായി നിന്ന് നമസ്കരിച്ചു ഇമാമിന്റെ കൂടെ. റമദാനിൽ 29 ദിവസവും നമ്മൾ രാത്രി നമസ്കാരം നിർവഹിച്ചുവെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും അതൊരു ശീലമാക്കി മാറ്റണം. എങ്കിൽ വഖുർബത്തുൻ ഇലല്ലാഹി തആല, അത് റബ്ബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന നന്മയാണ്. വമൻഹാത്തുൻ അനിൽ ഇസ്ം, പാപങ്ങളെ, തെറ്റുകളിൽ നിന്ന് നിങ്ങളെ തടയുന്ന, വിലക്കുന്ന സംഗതിയാണ്. വതക്ഫീറുൻ ലിസ്സയ്യിആത്ത്, നിങ്ങളിൽ സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ, ദൂഷ്യങ്ങൾ പൊറുക്കുവാനുള്ള ഏറ്റവും നല്ല പ്രതിവിധിയാണ്, ഔഷധമാണ്. വമത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ്, ശരീരത്തിൽ നിന്ന് അസുഖങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീക്കിക്കളയുന്ന വലിയ ഒരു പ്രതിരോധവും ഊർജവുമാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 3 റക്അത്തെങ്കിലും ഇനി തുടർന്നങ്ങോട്ട് രാത്രി നമസ്കാരം അത് തഹജ്ജുദായി, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സുബഹി ബാങ്ക് കേട്ടിട്ടും കിടന്നുറങ്ങുന്നതിന് പകരം ബാങ്കിന്റെ ഒരു 1/2 മണിക്കൂറെങ്കിലും മുമ്പ് എഴുന്നേറ്റ്
ഇങ്ങനെ ഒരു തഹജ്ജുദ് നമസ്കാരം എന്നത് ഈ റമദാനോടുകൂടി ഞാൻ എന്റെ ശീലമാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ ആ റമദാൻ അർത്ഥവത്തായി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. സ്വർഗാവകാശികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അവരുടെ ഒരു സ്വഭാവമായി എടുത്തു പറഞ്ഞത് കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രി കുറച്ചേ കിടന്നുറങ്ങാറുള്ളൂ എന്നാണ്. എന്താണ് അവർക്ക് പണി? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ ആ പ്രഭാത സമയത്ത് അത്താഴത്തിന്റെ നേരത്ത് ഉണർന്നിരുന്ന് റബ്ബിനെ സുജൂദ് ചെയ്ത് അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് തേടുകയാണ്. അള്ളാഹുവേ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ അബദ്ധങ്ങൾ, അപരാധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ നീ എനിക്ക് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ആളുകൾ അവർക്കുള്ളതാണ് സ്വർഗം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാ നന്മകളും അങ്ങനെ തുടരുവാൻ നമുക്ക് സാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ ഏതാണെന്നറിയോ? ഏതെങ്കിലും ഒരു സീസണിൽ കുറേ ചെയ്ത് പിന്നെ ആ വഴിക്കില്ലാതെയാകുന്നത് പോലെയല്ല, മറിച്ച് അദ്വമുഹ, നിരന്തരമായി കണ്ടിന്യൂസ് ആയി തുടർച്ചയായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. വഇൻ ഖല്ല, അത് കുറച്ചാണെങ്കിലും. റമദാനിൽ മണിക്കൂറുകൾ നമ്മൾ നമസ്കരിച്ചു, റമദാനിൽ ദീർഘമായി നമ്മൾ ഖുർആൻ ഓതി, അത്ര നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആ ഖുർആൻ പാരായണവും സുന്നത്ത് നമസ്കാരവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടു പോകുമ്പോൾ അതിനാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനവും സ്നേഹവും ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തുടർന്നവർക്കുള്ള വലിയൊരു സന്തോഷ വാർത്ത അതാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് 2 സ്ഥലങ്ങളിൽ പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച 46-ാം അധ്യായം സൂറത്തുൽ അഹ്കാഫിലെ 13-14 ആയത്തുകൾ, അതേപോലെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 30 മുതൽ 32 വരെയുള്ള വചനങ്ങൾ. എന്താണ് അള്ളാഹു അവിടെ പറഞ്ഞത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളയാണ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ, ഞങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ, ഞങ്ങൾക്കുള്ള ആശ്രയവും അത്താണിയും അവലംബവും പ്രതീക്ഷയും പടച്ച റബ്ബ് മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ റബ്ബിലുള്ള വിശ്വാസം കൃത്യമായി കറകളഞ്ഞ വിശ്വാസമായി അവർ പ്രഖ്യാപിച്ചതിന് ശേഷം സുമ്മസ്തഖാമു, നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് സങ്കടപ്പെടേണ്ടതില്ല, അവർ വിഷമിക്കേണ്ടതില്ല. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തും വരാനിരിക്കുന്നതിനെ കുറിച്ച് ഓർത്തും അവർ സങ്കടപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗത്തിന്റെ വക്താക്കൾ. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും, ശാശ്വതവാസികളായിരിക്കും. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ പ്രതിഫലമായി അള്ളാഹു കൊടുക്കുന്നതാണ് എന്ന് സൂറത്തുൽ അഹ്കാഫിൽ പറഞ്ഞപ്പോൾ സൂറത്തു ഫുസ്സിലത്തിൽ പറഞ്ഞത് കുറച്ചുകൂടി വിശദമായി തന്നെ അള്ളാഹു പറഞ്ഞു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു, അള്ളാഹുവാണ് റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയും ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, അവർ മരണാസന്നരായി കിടക്കുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിന്റെ മലായിക്കത്തുകൾ അവരുടെ തലഭാഗത്ത് അവരുടെ അടുക്കൽ സന്നിഹിതരായിരിക്കും. ചിലപ്പോൾ ബന്ധുക്കൾ, അതേപോലെ തന്നെ മക്കൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവരും വേദനിച്ച് വെപ്രാളപ്പെട്ട് നമ്മുടെ അവസ്ഥ കണ്ട് സങ്കടപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വന്നുകൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ എന്തിനു വേദനിക്കണം? വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങളോട് പടച്ച റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സന്തോഷവാർത്തയായ ആ സ്വർഗം അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും നാടിനെയും എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ടതില്ല. അതിനേക്കാൾ ഹൃദ്യമായ സ്വീകരണമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിനേക്കാൾ വിഭവസമൃദ്ധമായ സദ്യയാണ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഞങ്ങളുണ്ട് നിങ്ങളുടെ മിത്രങ്ങളായി, സഹായികളായി. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും, ആ പരലോകത്ത്, ആ ബർസഖി ലോകത്ത്, ഖബറിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതാണ് നിങ്ങൾക്കുള്ളത്. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ പടച്ച റബ്ബ് നിങ്ങൾക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്.
ഇങ്ങനെ മലായിക്കത്തുകളുടെ സന്തോഷ വാർത്തകൾ കേട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് കണ്ണടക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാർ ആരാണവർ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. പടച്ച റബ്ബിനെ മനസ്സിലാക്കി ആ റബ്ബിനെ റബ്ബായി തൃപ്തിപ്പെട്ട് സ്വീകരിക്കുവാനും ആ റബ്ബ് പറഞ്ഞ വഴിയിലൂടെ ഇടത്തോട്ടും വലത്തോട്ടും തെറ്റാതെ നേരെ ചൊവ്വെ പോകുവാനും സാധിക്കുന്ന ആളുകൾക്ക് നുസുലം മിൻ ഗഫൂരിൻ റഹീം, അങ്ങേയറ്റം പൊറുക്കുന്നവനും ഏറെ കരുണാവാരിധിയുമായ പടച്ച റബ്ബ് ഒരുക്കിയ സൽക്കാരം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മലക്കുകൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ഭാഗ്യവാന്മാരിൽ, ആ വിജയികളിൽ അള്ളാഹു സാധുക്കളായ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം റമദാനിൽ എങ്ങനെയായിരുന്നു അതിനേക്കാൾ കൂടുതൽ ജാഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടി ഇനിയുള്ള 11 മാസവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുകയും അതിനുള്ള തൗഫീഖിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. എങ്കിൽ നമുക്കും ആ സന്തോഷവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ സാധിക്കും. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ നോമ്പിന് ശേഷം ശവ്വാലിലെ 6 നോമ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അത് കേവലം സുന്നത്തായൊരു കാര്യമല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കരുത്. കാരണം ഫർളുകൾക്ക് പുറമെ സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫർളുകളിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമാണത്. അതേപോലെ വമ്പിച്ച പ്രതിഫലം നമുക്കതിലൂടെ അധികരിച്ചു കിട്ടും. അള്ളാഹുവിന്റെ അടുക്കൽ ദറജ, നമ്മുടെ പദവി ഉയരാൻ ആ സുന്നത്തുകൾ നമ്മെ സഹായിക്കും. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. എന്റെ അടിമ ഫർളായ കാര്യങ്ങളിലൂടെയാണ് എന്നിലേക്ക് ഏറ്റവും അടുക്കുക. അതിനുശേഷം അവർ ചെയ്യുന്ന ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങളിലൂടെ അവർ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അയാളെ അങ്ങ് ഇഷ്ടപ്പെടും. പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അടിമ തീർച്ചയായും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ദറജയിലേക്ക് എത്തും. അതുകൊണ്ട് സുന്നത്തായ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു സുന്നത്തിനെയും നമ്മൾ നിസ്സാരവൽക്കരിച്ച് അവഗണിക്കരുത് എന്നാണ് ഉണർത്തുവാനുള്ളത്. റമദാനിൽ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യം, മൻ സ്വാമ റമദാൻ സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ. റമദാനിലെ നോമ്പെടുത്തതിന് ശേഷം ആരെങ്കിലും ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ് അനുബന്ധമായി നോറ്റാൽ കാന കസിയാമി ദഹർ, കാലം മുഴുക്കെ നോമ്പെടുത്തവനെ പോലെയാണെന്ന്. അഥവാ 1-ന് 10 എന്നുള്ള നിലയിൽ അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. 1 മാസത്തെ നോമ്പിന് 10 മാസത്തെ പ്രതിഫലം അള്ളാഹു തരുമ്പോൾ 6 ദിവസം കൂടി നമ്മൾ നോമ്പെടുത്താൽ 2 മാസം 60 ദിവസത്തെ നോമ്പ്. അങ്ങനെ 12 മാസവും നോമ്പെടുത്തവരെ പോലെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മാറാൻ നമുക്ക് സാധിക്കും. ഫകഅന്നമാ സ്വാമദ്ദഹറ കുല്ലഹു, കാലം മുഴുക്കെ നോമ്പെടുത്തവരെ പോലെ അള്ളാഹു പരിഗണിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ആ നോമ്പിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ളലായ സമയം ശവ്വാൽ, ഇന്ന് 1-ാം തീയതിയാണ്. ശവ്വാൽ 1 നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു. ശവ്വാൽ 2 മുതൽ തുടർച്ചയായി 6 ദിവസം നോമ്പെടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം നന്മയിൽ ധൃതി കൂട്ടണം, ഉത്സാഹം കാണിക്കണം. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വസാബിഖൂ, ഇങ്ങനെയെല്ലാം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ മുൻകടക്കണം, മത്സരിക്കണം, ധൃതി വെക്കണം. ഇങ്ങനെ നന്മയിൽ ധൃതി കാണിക്കുക, ഉത്സാഹമുണ്ടാവുക എന്ന ഇസ്ലാമികമായ ആ നിർദ്ദേശത്തോട് കൂറ് പുലർത്തുന്നത്, അത് താളത്തിലിട്ട് അവസാനത്തേക്ക് കൊണ്ടുപോകൽ നേരത്തെ ചെയ്യലാണ്. മറ്റൊന്ന്, നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിക്കുക, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് ആർക്കും പ്രവചിക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പല തടസ്സങ്ങൾ ഉണ്ടായേക്കും.
പിന്നെ നമ്മൾ ഓർക്കാണ്, അവസാനത്തേക്ക് വെച്ചത് ആദ്യം അങ്ങ് ആക്കിയിരുന്നെങ്കിൽ ആ നോമ്പ് കൂടി കിട്ടുമായിരുന്നു, രോഗമായി അല്ലെങ്കിൽ തിരക്കായി ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയാതിരിക്കാൻ എത്രയും വേഗം ആ നന്മ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണം. അതേപോലെ എളുപ്പവും ആശ്വാസവും അതാണ്. ഒരു മാസം നോമ്പെടുത്ത ആളുകൾക്ക് ഇനി ഒരു 6 നോമ്പ് കൂടി പ്രയാസം ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ഒരു നോർമൽ ലൈഫിലേക്ക് കടന്നു വന്ന് വീണ്ടും ഒന്ന് തിരിച്ച് 6 നോമ്പിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ പ്രയാസമായിരിക്കും. ഇങ്ങനെ എന്തുകൊണ്ടും ഏറ്റവും ശ്രേഷ്ഠം ശവ്വാലിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നോമ്പെടുത്ത് പോകലാണ്. അവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റമദാനിലെ നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ ഒക്കെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, റമദാനിലെ നോമ്പെടുത്ത് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കണം ശവ്വാലിലെ നോമ്പെടുക്കേണ്ടത്. എന്താണത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഹദീസിൽ പറഞ്ഞത് എങ്ങനെയാണ്? മൻ സ്വാമ റമദാൻ സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ. റമദാനിലെ നോമ്പെടുക്കുകയും അതിനോടനുബന്ധമായി ശവ്വാലിലെ 6 നോമ്പെടുക്കുകയും ചെയ്താൽ എന്നാണ്. അതുകൊണ്ട് റമദാനിലെ ഖളാ ഉണ്ടെങ്കിൽ നോമ്പുകൾ വീട്ടിയതിന് ശേഷം ഈ ശവ്വാലിലെ നോമ്പെടുക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞ പ്രതിഫലവും പ്രത്യേകതയും ഉള്ളത്. എന്നാൽ ശവ്വാലിലെ ആദ്യത്തിൽ നമുക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല, എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ആ നോമ്പ് മിസ്സായി എന്നും കരുതേണ്ടതില്ല. ശവ്വാൽ തീരുന്നതിന് മുമ്പ് തുടർച്ചയായി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ശവ്വാലിലെ 6 ദിവസം ആ നോമ്പ് നമ്മൾ എടുക്കാൻ സാധിക്കണം. ഇനി നമ്മുടേതല്ലാത്ത കാരണത്താൽ ശവ്വാലിലെ ഒരു ദിവസവും നമുക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അസുഖമായതുകൊണ്ടോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടോ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ശവ്വാല് കഴിഞ്ഞാലും ആ നോമ്പെടുക്കാമെന്നാണ്. അയാളുടെ മനസ്സ് അള്ളാഹു അറിയുന്നുണ്ടല്ലോ. റവാത്തിബ് സുന്നത്തുകൾ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾ സുബഹിയുടെ മുമ്പ് ഒരിക്കൽ അയാൾക്ക് നമസ്കാരം മിസ്സായാൽ ആ സുബഹിന്റെ മുമ്പ് നിസ്കരിക്കേണ്ട നിസ്കാരം സുബഹിക്ക് ശേഷം ഖളാ വീട്ടി നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ നമ്മുടേതായ ഒരു അലംഭാവം, അലസത, മടി കൊണ്ട് അല്ല, വേറെ ചില കാരണങ്ങൾ കൊണ്ട്, ന്യായമായ കാരണങ്ങൾ കൊണ്ട് ശവ്വാലിൽ നമുക്ക് ആ നോമ്പെടുക്കാൻ സാധിച്ചില്ലെങ്കിലും പുണ്യം നേടിയെടുക്കാൻ ശവ്വാലിന് ശേഷവും സമയമുണ്ട് എന്നുള്ള കാര്യം കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് ദീനിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാനും അത് കൃത്യമായി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, വിശ്വാസികൾക്ക് എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പെരുന്നാൾ ദിവസവും സങ്കടങ്ങളും വേദനകളുമായി കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ചറബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.